ഡാ, നിന്റെ കൂട്ടുകാരനല്ലേ ആ വരുൺ? ഏ, പീഡന കേസിലെ പ്രതിയാ. ഉഫ്, എങ്ങനെ മനസ്സ് വന്നടാ ഒരു പെണ്ണിനെ ചതിച്ച് പീഡിപ്പിക്കാൻ? അതെങ്ങനെ? അവനുമായിട്ടല്ലേ നിന്റെ കൂട്ട്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഒരു പെങ്കൊച്ചു വളർന്നു വരുന്നുണ്ട്. ഇവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്ന കൊള്ളാം. നാളെ നിനക്കും കിട്ടും. അവനവളെ ഇഷ്ടമായിരുന്നു, തിരിച്ചവക്കും. 5 കൊല്ലത്തെ പ്രണയം. പണവും പ്രതാപമുള്ള പുതിയൊരുത്തം വന്നപ്പോൾ അവനെ ഒഴിവാക്കുന്നു. കാല് പിടിച്ച് കുറേന്ന് പോയി പറയുന്നു, പക്ഷെ ഒന്നും ചെയ്യുവോളെ അവള് തയ്യാറായില്ല. ഒഴിവാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ പേര് പുതിയൊരു കേസ്. അങ്ങനെ അവൻ പീഡന കേസിലെ പ്രതിയുമായി. പെണ്ണിന്റെ ശബ്ദത്തിന് മാത്രം വില കൽപ്പിക്കുന്ന നാറിയ നിയമം നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം. ചേട്ടനിപ്പം പറഞ്ഞില്ലേ നമുക്കൊരു അനിയത്തിയുള്ള കാര്യം. പല അനിയത്തിമാരെ ചേട്ടന്മാർ ഇങ്ങനെ പീഡന കേസിലെ പ്രതിയായി മാറും. ചേട്ടൻ ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തെളിവ് വേണം. അതില്ലെങ്കിൽ ഒരു നിയമവും നമ്മളെ സപ്പോർട്ട് ചെയ്യും.